2022 പുറത്തിറങ്ങിയ സൗത്ത് കൊറിയൻ ചലച്ചിത്രം ഇന്നൗർ പ്രൈമിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കഥയുടെ അവസാന ഭാഗമാണിത്. മുൻഭാഗം കാണാൻ താല്പര്യപ്പെടുന്നവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. കഴിഞ്ഞ എപ്പിസോഡിന് അവസാനം നമ്മൾ കണ്ടത് സെക്യൂരിറ്റി ഗാർഡ് ഹാനിനെ പഠിപ്പിക്കുന്നതും മറ്റും ബോറാം മനസ്സിലാക്കുന്നതായിരുന്നു. ബോറാമും അവരുടെ കൂട്ടത്തിൽ കൂടി കമ്പനിയായി. ഇതിനിടയിൽ വരാനിരിക്കുന്ന ടെസ്റ്റിന്റെ ടെൻഷനും ട്രാൻസ്ഫർ ടെൻഷനുമൊക്കെ ഹാനിന്റെ ഉള്ളിൽ കുമിഞ്ഞുകൂടുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും ഒരു കോൺഫിഡൻസും അവന്റെ ഉള്ളിൽ വളർന്നു വന്നു. അടുത്ത ദിവസം ക്ലാസ്സിലൊരു സംഭവമുണ്ടായി. മാത്സ് ടീച്ചർ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹാൻ കൈയുയർത്തി മാത്സ് ടീച്ചർ ചെയ്തിരിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞു. മാത്സ് ടീച്ചറിന്റെ ഈഗോയെ അത് ഹർട്ട് ചെയ്തതും ബോർഡിൽ വന്ന് ശരിയായത് ചെയ്തു കാണിക്കാനായിരുന്നു മാത്സ് ടീച്ചർ പറഞ്ഞത്. ഹാനും ബോർഡിലേക്ക് വന്ന് കൃത്യമായ ഉത്തരം ചെയ്തു. മാത്സ് ടീച്ചർ ഉടൻ പറഞ്ഞു, ഇങ്ങനെ നിനക്ക് തോന്നുന്ന പോലെ എമ്മൊക്കെ എഴുതി ഇത് ആൻസർ ചെയ്യാൻ സാധിക്കില്ല. എക്സാമിനർ എന്തുത്തരമാണോ പ്രതീക്ഷിക്കുന്നത് അതായിരിക്കും എഴുതേണ്ടത്. എക്സാമിനർ അങ്ങനെ പ്രതീക്ഷിക്കണമെങ്കിൽ അദ്ദേഹം ചോദ്യത്തിൽ എന്താണോ അദ്ദേഹത്തിന് വേണ്ട ഉത്തരമെന്ന് മുൻകൂട്ടി സൂചന തന്ന് അതിനുവേണ്ട കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കണം. അല്ലാത്തിടത്തോളം നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്ത് കൃത്യമായി എന്തു വേണോ അത് ആ രീതിയിൽ കൊടുക്കാം. ചോദ്യം കൃത്യമാണെങ്കിലല്ലേ ഉത്തരവും കൃത്യമാകൂ, ഇല്ലെങ്കിൽ ചോദ്യം തെറ്റാണെന്നല്ലേ അർത്ഥം. ഹാനിന്റെ ചോദ്യം കുറിക്കൊള്ളുന്നതായിരുന്നു. മാത്സ് ടീച്ചർ ആകട്ടെ അതിഷ്ടപ്പെടാതെ ഹാനിനെ ഗെറ്റ് ഔട്ട് അടിച്ചു. പിന്നാലെ കുട്ടികളോട് എക്സാമിനർ എന്തുത്തരമാണോ പ്രതീക്ഷിക്കുന്നത് അത് മാത്രമേ നിങ്ങൾ എഴുതാവൂ എന്ന് വീണ്ടും പറഞ്ഞു. അന്ന് അവിടെ നിന്നും അധ്യാപകൻ ഇറങ്ങി പുറത്തേക്ക് പോകുമ്പോൾ അധ്യാപകനെ തടഞ്ഞു നിർത്തി ഹാൻ പറഞ്ഞു, സാർ, ഞാൻ ഈ സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ വാങ്ങി പോവാൻ ഉദ്ദേശിക്കുന്നേയില്ല. ഇവിടെ തന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കും. മാത്സ് ടീച്ചർക്കും അതൊരു ഷോക്കിംഗ് ആയിരുന്നു. അത്ര നാളും ഭയന്നിരുന്ന ഹാനിൽ വല്ലാത്തൊരു ധൈര്യം അന്ന് പ്രകടവുമായിരുന്നു. സെക്യൂരിറ്റി ഗാർഡ് അന്ന് തന്റെ പരിചയക്കാരനെ കാണാൻ പോയി. സെക്യൂരിറ്റി ഗാർഡിൽ വന്ന മാറ്റങ്ങളും അദ്ദേഹത്തിന്റെ സന്തോഷത്തിന്റെ കാരണവും പരിചയക്കാരൻ ചോദിച്ചെങ്കിലും അദ്ദേഹമൊന്നും വിട്ടുപറഞ്ഞില്ല. അന്ന് പോരാൻ നേരം ആ പരിചയക്കാരൻ സെക്യൂരിറ്റി ഗാർഡിന് ഒരു ഫോൺ കൊടുത്തു. തനിക്കിത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഇതിൽ പാട്ട് കേൾക്കാം, ഫോട്ടോ എടുക്കാം, വായിക്കാം എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഫോൺ കിട്ടിയാലും സെക്യൂരിറ്റി ഗാർഡ് എന്തായിരിക്കും ചെയ്യുക? അത് തന്നെ ചെയ്തു. മാത്സ് പഠിക്കാൻ PDF ഡൗൺലോഡ് ചെയ്ത് അത് ഉപയോഗിക്കാൻ തുടങ്ങി. സെക്യൂരിറ്റി ഗാർഡിന് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ ഹാനും ബോറമും തീരുമാനിച്ചിരുന്നു. അവർ സ്കൂൾ ലാബിൽ കടന്നു കയറി ഒരു പ്രധാനപ്പെട്ട തീസിസ് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ചെയ്ത് അത് സെക്യൂരിറ്റി ഗാർഡിനെ സമ്മാനിച്ചു. അദ്ദേഹത്തിനും അതിൽ സന്തോഷമായിരുന്നു. അങ്ങനെ ആ ദിവസം എത്തി. പൈത്തഗോറസ് അവാർഡിന് വേണ്ടിയുള്ള ഫൈനൽ ടെസ്റ്റിന്റെ ദിവസം. ഏവരും ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ ആരംഭിച്ചു. ഹാൻ മികച്ച രീതിയിൽ ഓരോ ചോദ്യവും ഉത്തരം എഴുതിക്കൊണ്ടിരുന്നു. ബോറം പെട്ടെന്നെന്തോ ബ്ലാങ്കായ പോലെ അനുഭവപ്പെട്ടു. എന്തുകൊണ്ടോ അവൾക്ക് എഴുതാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. കുറച്ചു കഴിഞ്ഞ് അവൾ എഴുന്നേറ്റ് പോയി. എക്സാം കഴിഞ്ഞ് ഹാൻ ബോറത്തിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവളൊന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. ഹാനും ബോറമും സെക്യൂരിറ്റി ഗാർഡും ചേർന്ന് ഒരു മ്യൂസിക് ഇവന്റിന് പോവാൻ പദ്ധതിയിട്ടിരുന്നു. ബോറം വന്നില്ല. ഹാനും സെക്യൂരിറ്റി ഗാർഡും ചേർന്ന് ആ പരിപാടിക്ക് പോയി. മ്യൂസിക് ഒക്കെ വായിക്കുന്നത് കേട്ട് സെക്യൂരിറ്റി ഗാർഡിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയും ചെയ്തു. ശേഷം അവരൊന്നിച്ച് റെസ്റ്റോറന്റിൽ പോവുകയും ഭക്ഷണം കഴിച്ച് സംസാരിക്കുകയും ചെയ്തു. പിന്നീട് യാത്ര പറഞ്ഞ രണ്ടു വഴിയിൽ അവരവരുടെ താമസ സ്ഥലത്തേക്ക് പിരിഞ്ഞു. ഇതിനിടയിൽ അവരെഴുതിയ പൈതഗോറസ് അവാർഡ് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് ആരോ ലീക്കാക്കിയിട്ടുണ്ട് എന്ന വിവരം ബോറത്തിന്റെ കൈവശം എത്തിയിരുന്നു. ബോറം അതോടെ സ്കൂൾ ചാറ്റ് ബോക്സിലും സോഷ്യൽ മീഡിയയിലും അത് പോസ്റ്റ് ചെയ്തു. അതോടെ വിവരം പുറത്തെത്തുകയും ചീഫ് എക്സാമിനറും മാത്തമാറ്റീഷ്യൻസും ഒക്കെ ചേർന്ന് സ്കൂൾ പ്രിൻസിപ്പലിനെയും മാത്സ് ടീച്ചറെയും അടക്കം വിളിച്ചു വരുത്തി അതിനെപ്പറ്റി ചോദ്യം ചെയ്യുകയും എത്രയും വേഗം പ്രശ്നങ്ങൾ പരിഹരിച്ചോളണം എന്ന് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. അടുത്ത ദിവസം ഹാനും സെക്യൂരിറ്റി ഗാർഡും വെളിയിൽ പോയിരുന്നു. അവിടെ വെച്ച സെക്യൂരിറ്റി ഗാർഡ് ചില പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കെ അങ്ങോട്ടേക്ക് വന്ന സഞ്ചാരിയായിട്ടുള്ള വളരെ വലിയൊരു വ്യക്തി അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. സാർ, താങ്കൾ നോർത്ത് കൊറിയക്കാരനല്ലേ? ഡോക്ടർ റീഹാക്സും അതിശയത്തോടെയും സംശയത്തോടെയും ഹാനത് നോക്കി നിന്നു. നിങ്ങൾ? സെക്യൂരിറ്റി ഗാർഡ് ചോദിച്ചതും അദ്ദേഹം പറഞ്ഞു, ഓ മൈ ഗോഡ്, ഇത് സാറാണല്ലേ? സാർ, ഞാനാണ്. എന്റെ പേര് പാർക്ക്. യൂണിവേഴ്സിറ്റിയിൽ എക്കണോമിക്സ് പഠിച്ചപ്പോ സാറിന് മാത്സ് പഠിപ്പിച്ചിട്ടുണ്ട്. നോർത്ത് കൊറിയയുടെ മാത്സ് ജീനിയസിനെ ഇവിടെ സൗത്ത് കൊറിയയിൽ വെച്ച് കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ അതിശയം തോന്നുന്നു എന്നും അയാൾ കൂട്ടിച്ചേർത്തു. ഇതൊക്കെ അത്ഭുതത്തോടെയായിരുന്നു ഹാൻ കേട്ടു നിന്നുകൊണ്ടിരുന്നത്. അപ്പോഴായിരുന്നു ആ വിവരങ്ങൾ അത്രയും ഹാൻ അറിയുന്നത് പോലും. ആ വ്യക്തി ഹാനിനെ നേരെ തിരിഞ്ഞ് ഡോക്ടർ റീയുടെ മകനല്ലേ ടൈസൺ എന്ന തരത്തിൽ ഹാനിനെയും പരിചയപ്പെടാൻ ശ്രമിച്ചു. സാർ, താങ്കൾക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹം കാർഡെടുത്ത് ഡോക്ടർ റീയുടെ കയ്യിലേൽപ്പിച്ച് അവിടെ നിന്ന് പോയി. പോകുന്ന വഴിയിൽ ഡോക്ടർ റീയോട് ഹാൻ ചോദിച്ചുകൊണ്ടിരുന്നു, താങ്കളുടെ യഥാർത്ഥ പേര് ഇതാണോ? താങ്കൾ പ്രൊഫസറായിരുന്നോ? താങ്കൾക്ക് മകനുണ്ടെന്ന് പോലും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഹാൻ ഒരുപാട് ചോദിച്ചെങ്കിലും ഡോക്ടർ റീ ഒന്നും വിട്ടുപറഞ്ഞില്ല. അടുത്ത
ദിവസം ടിവിയിൽ ഒരു പ്രോഗ്രാം നടക്കുകയാണ്. പ്രശസ്തനായ മാത്തമാറ്റീഷ്യനായ ഒരു വ്യക്തിയെ ടിവി ചാനൽ ഇന്റർവ്യൂ ചെയ്യുന്നു. റീമൻ ഹൈപ്പോത്തിസിസ് 160 കൊല്ലങ്ങൾക്ക് ശേഷം ആരോ ഒരാൾ പ്രൂവ് ചെയ്തിരിക്കുന്നു എന്ന വാർത്ത വരുന്നുണ്ടല്ലോ, സത്യമാണോ എന്ന തരത്തിലായിരുന്നു ചോദ്യം. ആ ഫേമസ് സൗത്ത് കൊറിയൻ മാത്തമാറ്റീഷ്യൻ പറഞ്ഞു, പ്രൂവ് ചെയ്യപ്പെടാൻ പോകുന്നു എന്നതാണ് സത്യം. അതിന്റെ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫേമസ് സ്കോളേഴ്സ് ഒക്കെ ആ തീസിസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. പരിശോധിച്ചിടത്തോളം അത് വ്യക്തവും ശരിയുമാണ്. ഡോക്ടർ റീഹാക്സും എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 40 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ നേരിൽ കണ്ടിട്ടുണ്ട്. ചെറുപ്പത്തിൽ മാത്സ് ഒളിമ്പ്യാഡ് നടന്നപ്പോൾ അതിൽ ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു പ്രഥമ സ്ഥാനത്ത് വന്നത്. ഫേമസ് മാത്തമാറ്റീഷ്യൻ പോളിൽ നിന്നും അന്ന് ഞങ്ങൾ രണ്ടുപേർക്കും ഒരു പേന സമ്മാനമായി ലഭിക്കുകയും ചെയ്തു. ഇതാണ് ആ പേന. മാത്തമാറ്റീഷ്യൻ താൻ നിധി പോലെ സൂക്ഷിക്കുന്ന ആ പേന ഉയർത്തിക്കാട്ടി. ഇത് ക്യാൻറ്റീനിൽ വെച്ച് ടിവിയിൽ ഹാനും കേൾക്കുന്നുണ്ടായിരുന്നു. ഹാൻ അവിടെ നിന്നോടി ഡോക്ടർ റീയുടെ അടുത്തേക്ക് ചെന്നു. ഡോക്ടർ റീയെ നോർത്ത് കൊറിയയിൽ നിന്നും സൗത്ത് കൊറിയയിലേക്ക് ചാടാൻ സഹായിച്ച വ്യക്തിയും ഇത് നോക്കിക്കാണുന്നുണ്ടായിരുന്നു. ഹാൻ സെക്യൂരിറ്റി ഗാർഡായ ഡോക്ടർ റീയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന്, റീമൻ ഹൈപ്പോത്തിസിസ് നിങ്ങളല്ലേ പ്രൂവ് ചെയ്തത്, എനിക്കൊക്കെ മനസ്സിലായി എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം അല്പം ഭയപ്പെട്ട പോലെ ഇതിനെപ്പറ്റി മിണ്ടിപ്പോവരുത് എന്ന് ഹാനെ വാൺ ചെയ്തു. ഇതേ സമയം പൈത്തഗോറസ് അവാർഡിന് വേണ്ടിയുള്ള ടെസ്റ്റ് ചോദ്യങ്ങൾ ലീക്കായതിനെപ്പറ്റി അന്വേഷണം തുടങ്ങുമെന്നറിഞ്ഞതോടെ മാത്സ് അധ്യാപകൻ അല്പം പാനിക്കായിരുന്നു. മാത്സ് അധ്യാപകനായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയതിന് പിന്നിൽ. അടുത്ത ദിവസം പ്രിൻസിപ്പൽ മാത്സ് അധ്യാപകനെ വിളിച്ചു. അവർക്കൊരു ഫൂട്ടേജ് ലഭിച്ചിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ സൂക്ഷിച്ച ലാബിൽ നിന്നും ഹാൻ ഇറങ്ങി വരുന്ന ദൃശ്യമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കുവാൻ മാത്സ് ടീച്ചർ ഹാനുമായി സംസാരിച്ചു. താൻ തീസിസ് പ്രിന്റ് എടുക്കാൻ വേണ്ടിയാണ് ലാബിൽ കയറിയത് എന്ന് ഹാൻ വാദിച്ചെങ്കിലും ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. പക്ഷെ ഇത് പുറത്തു പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? തെളിവുകളുണ്ട്. ഏറ്റവും താഴ്ന്ന സ്ഥാനത്ത് നിന്നൊരു വിദ്യാർത്ഥി ടോപ്പ് 10% വന്നു, അതും പെട്ടെന്ന് എന്നുകൂടി ചേർത്ത് വായിക്കുമ്പോഴോ നീ മോഷ്ടിച്ചു എന്ന് തന്നെയല്ലേ എല്ലാവരും വിശ്വസിക്കുക? നിന്റെ റെക്കോർഡിൽ ബ്ലാക്ക് മാർക്കൊന്നും വീഴണ്ടെങ്കിൽ നിന്റെ മുമ്പിൽ ഒറ്റ വഴിയേ ഉള്ളൂ. നീ ഈ സ്കൂളിൽ നിന്നും ട്രാൻസ്ഫർ വാങ്ങി പോവുക. ഈ പ്രശ്നങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുക. എല്ലാം ഞങ്ങൾ ഒതുക്കി തീർക്കുകയും ചെയ്യും. എന്ത് ചെയ്യണമെന്നറിയാതെ ഹാൻ പരിഭ്രാന്തിയിലായി. ഡോക്ടർ റീയെ പറ്റി, ഒളിച്ചു താമസിക്കുന്ന അദ്ദേഹത്തെ പറ്റി കാര്യങ്ങൾ വെളിയിൽ പറയാനും അവന് സാധിക്കില്ല. അവൻ ആകെ അങ്കലാപ്പിലായി. ഇതേ സമയം നോർത്ത് കൊറിയയിലുള്ള വ്യക്തി ഡോക്ടർ റീയെ കണ്ടതുകൊണ്ട് തന്നെ ഡോക്ടർ റീ സൗത്ത് കൊറിയയിലുണ്ടെന്ന വിവരവും അവിടെ അറിഞ്ഞിരുന്നു. അതോടെ ഡോക്ടർ റീയെ നോർത്തിലേക്ക് തിരികെ അയക്കണം എന്ന് നോർത്ത് കൊറിയൻ ഗവൺമെന്റ് ആവശ്യപ്പെട്ടു. സൗത്ത് കൊറിയൻ മെമ്പേഴ്സ് അതിനെപ്പറ്റി ചർച്ച ചെയ്യാനും തുടങ്ങി. ഇതിനിടയിൽ പാർക്കും ഡോക്ടർ റീയെ കാണാനെത്തി. നോർത്ത് കൊറിയ അദ്ദേഹത്തിന് തിരികെ ചെന്നാൽ സയന്റിസ്റ്റ് സ്ഥാനവും ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ഓഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഗവൺമെന്റ് ക്ഷണിക്കുമ്പോൾ തന്നെ ചെന്നുകൂടെ? സെക്യൂരിറ്റി വിങ്ങിന് ഇത് കൈമാറിയാൽ പിന്നെ എന്താ ഉണ്ടാവുന്നതെന്ന് പറയാൻ പറ്റില്ല എന്ന തരത്തിലൊക്കെ പറഞ്ഞു. പക്ഷേ ഡോക്ടർ റീ ആ ഭീഷണിയും ഓഫറും അവഗണിക്കുകയായിരുന്നു ചെയ്തത്. ഡോക്ടർ റീക്ക് ഒരു ടിവി ഇന്റർവ്യൂ ഓഫർ വന്നിരുന്നു. എല്ലാത്തിൽ നിന്നും ഒളിച്ചോടാൻ ഡോക്ടർ റീ തീരുമാനിച്ചു. ഡോക്ടർ റീയുടെ പരിചയക്കാരനും അദ്ദേഹത്തെ കാണാനെത്തി. അദ്ദേഹത്തോട് ഏജൻസിയുടെ കാര്യങ്ങൾ വിശദീകരിച്ചു. പിന്നാലെ അങ്ങോട്ടേക്ക് ഹാനും എത്തിച്ചേർന്നിരുന്നു. അദ്ദേഹത്തോട് പോവാതിരിക്കുവാൻ ഹാനും റിക്വസ്റ്റ് ചെയ്തെങ്കിലും അദ്ദേഹം അവിടം വിട്ടുപോകുവാൻ തീരുമാനിച്ചു. പക്ഷേ സ്റ്റേഷനിലെത്തിയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് പോവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഡോക്ടർ റീ സ്കൂളിലെത്തി. തനിക്ക് വേണ്ടി ഹാൻ തീസിസ് പ്രിന്റ് ചെയ്തതാണെന്ന് പറഞ്ഞാൽ അവന്റെ ട്രാൻസ്ഫർ തടയപ്പെടും. പക്ഷെ അത് ചോദിക്കാൻ ഹാനിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കാൻ നിൽക്കെ എന്തോ ഒരു പിൻവലിവ് ഡോക്ടർ റീക്ക് അനുഭവപ്പെട്ടു. ഡോക്ടർ റീ അവിടെ ഇരുന്ന് ചിന്തിച്ചു. തന്റെ മകനെ പറ്റിയായിരുന്നു ഡോക്ടർ റീയുടെ ചിന്ത. 4 കൊല്ലങ്ങൾക്ക് മുമ്പ് ഡോക്ടർ റീ നോർത്ത് കൊറിയ ഉപേക്ഷിച്ച് സൗത്ത് കൊറിയയിലേക്ക് വന്നു. റീമൻ ഹൈപ്പോത്തിസിസ് സോൾവ് ചെയ്യുന്ന പ്രക്രിയയിൽ ഏർപ്പെട്ടു. പക്ഷേ ഡോക്ടർ റീയുടെ മകന് അവിടെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. തിരികെ നോർത്ത് കൊറിയയിലേക്ക് പോവാൻ അവൻ ആഗ്രഹിച്ചു. അവന്റെ ഭാവിക്ക് വേണ്ടിയാണ് തങ്ങൾ സൗത്തിലേക്ക് വന്നതെന്നൊക്കെ ഡോക്ടർ റീ പറയാൻ ശ്രമിച്ചെങ്കിലും അവനതൊന്നും കേട്ടില്ല. ഒരു ദിവസം അവർ തമ്മിൽ വലിയ വാക്കുതർക്കമുണ്ടായി. അച്ഛന്റെ സ്വാർത്ഥതയ്ക്കും അച്ഛന്റെ നേട്ടത്തിനും വേണ്ടി മാത്രമാണ് അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് വാദിച്ച മകൻ ദേഷ്യത്തിൽ വീട് വിട്ടിറങ്ങിപ്പോയി. കടൽ നീന്തി നോർത്ത് കൊറിയയിലേക്ക് പോവാൻ ശ്രമിച്ചു. സൗത്ത് വിട്ട് നോർത്തിലേക്ക് നീന്തി കടന്നു പോവാൻ ശ്രമിച്ച അവനെ വാണിംഗ് അവഗണിച്ചും നീന്തിപ്പോയതിനാൽ സൗത്തിലെ കോസ്റ്റൽ ഗാർഡുകൾ വെടിവെച്ചു കൊന്നു. അതിന്റെ കുറ്റബോധം ഡോക്ടർ റീയെ ബാധിച്ചിരുന്നു. അന്നു മുതലായിരുന്നു ഡോക്ടർ റീ എല്ലാം ഉപേക്ഷിച്ച പോലെ ഒളിവിൽ താമസിക്കാൻ ആരംഭിച്ചത്. ഏറ്റവും ഒടുവിൽ ഡോക്ടർ റീയെ ഒറ്റ കൊടുക്കരുത്, അദ്ദേഹത്തെ പറ്റി പുറത്താരെയും അറിയിക്കരുത് എന്ന് അദ്ദേഹത്തിന് കൊടുത്ത ഒരൊറ്റ വാക്കുകൊണ്ട് സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ വാങ്ങി പോകുവാൻ ഹാൻ തീരുമാനിച്ചു. ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റിൽ ഒപ്പുവെച്ച് അവൻ അതുമായി മാത്സ് അധ്യാപകന്റെ മുമ്പിലെത്തി. നീ മികച്ച തീരുമാനമാണ് എടുത്തത് എന്നായിരുന്നു അയാൾ പറഞ്ഞത്.
അന്നായിരുന്നു പൈത്തഗോറസ് അവാർഡിന്റെ ചടങ്ങുകൾ ഉണ്ടായിരുന്നത്. ബോറത്തിന്റെ ഫോൺ കോൾ ഈ സമയം ഡോക്ടർ റിയെ തേടിയെത്തിയിരുന്നു. ബോറം നടക്കുന്ന കാര്യങ്ങളും ഹാൻഡ് ട്രാൻസ്ഫർ ആവുന്ന കാര്യവുമൊക്കെ ഡോക്ടർ റിയെ അറിയിച്ചു. പൈത്തഗോറസ് അവാർഡിന്റെ വേദിയിലേക്ക് വലിയ മാത്തമാറ്റീഷ്യൻസ് എത്തിയിരുന്നു. പോവാൻ വേണ്ടി സ്കൂളിൽ നിന്നിറങ്ങിയ അവനെ ബോറം നിർബന്ധിച്ച് അവാർഡ് സെറമണി നടക്കുന്ന ഹാളിലേക്ക് കൊണ്ടുപോയി. വൈകാതെ ഇവന്റ് ആരംഭിച്ചു. ഫേമസ് സൗത്ത് കൊറിയൻ മാത്തമാറ്റീഷ്യൻ ആയിരുന്നു അധ്യക്ഷ പ്രസംഗത്തിനായി എത്തിയത്. അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. ഈ അടുത്ത് തെളിയിക്കപ്പെട്ട റീമൻ ഹൈപ്പോത്തസിസിനെ പറ്റിയായിരുന്നു അദ്ദേഹത്തിന്റെ സംസാരം. ഡോക്ടർ റിയെ പറ്റിയും അദ്ദേഹം വാചാലനായി. 40 കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ നേരിൽ കാണാൻ തനിക്ക് അവസരം കൈവന്നിരുന്നു എന്നൊക്കെ ഡോക്ടർ റിയെ പുകഴ്ത്തിക്കൊണ്ട് മാത്തമാറ്റീഷ്യൻ സംസാരിച്ചു നിൽക്കെ അങ്ങോട്ടേക്ക് ഓഡിറ്റോറിയത്തിന്റെ നടുക്കുകൂടെ ഡോക്ടർ റീ നടന്നു കയറിക്കൊണ്ടിരുന്നു. പക്ഷേ സെക്യൂരിറ്റി ഗാർഡ് മാത്രമായിട്ടാണല്ലോ അവിടെയുള്ളവർക്ക് അദ്ദേഹത്തെ അറിയുക. മാത്സ് ടീച്ചർ താഴേക്ക് വന്ന് അദ്ദേഹത്തെ തടഞ്ഞു. അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്കൊന്ന് മാറി നിൽക്കാമോ എന്നായിരുന്നു മാത്സ് ടീച്ചർ പറഞ്ഞത്. ഫേമസ് മാത്തമാറ്റീഷ്യനായ അദ്ദേഹത്തിന്റെ നേരെ നോക്കി നിന്ന ഡോക്ടർ റീ തന്റെ പോക്കറ്റിൽ നിന്നും പേനയെടുത്ത് ഉയർത്തിക്കാട്ടി. പണ്ട് മാത്തമാറ്റീഷ്യൻ പോൾ സമ്മാനിച്ച പേനയായിരുന്നു അത്. അത് കണ്ടതും അതിശയത്തോടെ സൗത്ത് കൊറിയൻ മാത്തമാറ്റീഷ്യനും തന്റെ കയ്യിലെ പേന ഉയർത്തിക്കാട്ടി. ഏവരും അതിശയത്തോടെ അത് നോക്കിക്കണ്ടു. ഡോക്ടർ റീയാണ് വന്നു നിൽക്കുന്നത് എന്ന് മനസ്സിലായ ആ മാത്തമാറ്റീഷ്യൻ താഴെ കൂടി വന്ന് തന്റെ സന്തോഷം പ്രകടിപ്പിച്ചു. താങ്കൾ ഇവിടെ എങ്ങനെ വന്നു എന്ന് മാത്തമാറ്റീഷ്യൻ ചോദിച്ചതും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ എന്നെ അനുവദിക്കാമോ എന്ന് ഡോക്ടർ റീ അദ്ദേഹത്തോട് തിരക്കി. ഉടനടി ആ മാത്തമാറ്റീഷ്യൻ താങ്കളുടെ വാക്ക് കേൾക്കാനാ ഞങ്ങൾ കാത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഡോക്ടർ റീ മൈക്കിന്റെ മുമ്പിലെത്തി. അവിടെ നിന്നും മാത്രമേ മാത്സിനെ പറ്റിയല്ല താൻ സംസാരിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു തുടങ്ങിയ അദ്ദേഹം പറഞ്ഞത് മുഴുവൻ ഹാനിനെ പറ്റിയായിരുന്നു. ഹാൻ എത്രമേൽ നല്ല വിദ്യാർത്ഥിയാണെന്നതിനെ പറ്റിയായിരുന്നു. കൂട്ടത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ മോഷ്ടിച്ചു എന്ന് ഹാനിന് മേലുള്ള ആരോപണം പൂർണ്ണമായും തെറ്റാണ് എന്ന് അദ്ദേഹം വാദിക്കുകയും തനിക്ക് വേണ്ടി തീസിസ് പ്രിന്റ് ചെയ്യാനാണ് അവൻ ലാബിൽ കയറിയത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. മാത്സ് ടീച്ചറിന് ഇതൊന്നും കണ്ട് സഹിക്കുന്നുണ്ടായിരുന്നില്ല. തെളിവുകൾ വേണമെന്നൊക്കെ പറഞ്ഞ് തന്റെ മേൽ കുറ്റം വരോ എന്ന് ഭയന്ന മാത്സ് ടീച്ചർ വലിയ ബഹളം തന്നെ ഉയർത്തി. അതോടെ ഡോക്ടർ റീ മാത്സ് ടീച്ചറാണ് പ്രതിയെന്ന് തെളിയിക്കുന്ന തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചു. പാനിക്കായ മാത്സ് ടീച്ചർ ഡോക്ടർ റീയോട് എതിർത്ത് വളരെയധികം സംസാരിച്ചു. അതോടെ മാത്സ് ടീച്ചറിന്റെ കള്ളിയും വെളിച്ചത്താവുകയായിരുന്നു. തന്റെ ദൗത്യം പൂർത്തിയായതും ഡോക്ടർ റീ വേദി വിട്ടിറങ്ങി പോവാൻ തുടങ്ങി. പ്രിൻസിപ്പൽ ഹാനിന്റെ ട്രാൻസ്ഫർ തടസ്സപ്പെടുത്തുന്നതായും നടന്ന തിരിമറിയിൽ ഒന്നുകൂടി അന്വേഷണം നടത്തുമെന്നും പ്രഖ്യാപിച്ചു. പുറത്തെത്തിയ ഡോക്ടറെയും പ്രതീക്ഷിച്ച് പരിചയക്കാരൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ റീ അദ്ദേഹത്തിനൊപ്പം പോയി. കാറിൽ പോകുമ്പോൾ അദ്ദേഹം ഡോക്ടർ റീക്ക് ഒരു കവർ കൊടുത്തു. ഡോക്ടർ റീ ഉപയോഗിച്ചിരുന്ന ഫോൺ വാങ്ങി പുറത്തേക്ക് കളഞ്ഞു. ആ കവർ തുറന്നു നോക്കുമ്പോൾ അതിലൊരു സൗത്ത് കൊറിയൻ പാസ്പോർട്ടും സിറ്റിസൺഷിപ്പിന്റെ രേഖകളും അതിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇനി എങ്ങോട്ട് വേണമെങ്കിലും സ്വതന്ത്രമായി യാത്ര ചെയ്യാം, പഠിക്കാം, ചിന്തിക്കാം. ഒന്നിനും നിയന്ത്രണമുണ്ടായിരുന്നില്ല. തന്റെ വിദ്യാഭ്യാസത്തിനും നോർത്ത് കൊറിയ തന്റെ പഠനങ്ങൾ ആയുധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതിൽ മനമെടുത്തുമായിരുന്നു അദ്ദേഹം സൗത്തിലേക്ക് പോന്നത്. ആ പാസ്പോർട്ടും ടിക്കറ്റും അദ്ദേഹത്തിന് വല്ലാത്തൊരു സംതൃപ്തി നൽകി. പിന്നീട് അതേ പരിചയക്കാരൻ ഹാനിനെ കാണാൻ ചെന്നു. ഡോക്ടർ റീ തന്നതാണ് നിനക്ക് തരാനെന്ന് പറഞ്ഞ് ഒരു കവർ ഏൽപ്പിച്ചു. അതിനകത്ത് ഡോക്ടർ റീ തന്റെ കൈപ്പടയിൽ ആദ്യം എഴുതി തയ്യാറാക്കിയ റീമൻ തീസിസും അദ്ദേഹത്തിന് സമ്മാനമായി ലഭിച്ച പേനയുമായിരുന്നു ഉണ്ടായിരുന്നത്. അഭിമാനത്തോടെ ഹാനത് നോക്കിക്കണ്ടു. ബോറമും എപ്പോഴും അവന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. പിന്നീട് 3 കൊല്ലത്തിനു ശേഷം റീ വലിയൊരു കോളേജിൽ ജോയിൻ ചെയ്തിരുന്നു. അന്ന് കോളേജ് മാത്സിന്റെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഒരു ട്രിപ്പ് പോവുകയാണ്. കൂട്ടത്തിൽ ഹാനും ഉണ്ടായിരുന്നു. ഹാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്തി ഒരു മുറിയിലേക്ക് കടന്നു ചെന്നു. അവിടെ ഇരുന്ന വ്യക്തിക്ക് സമീപം ഒരു റോസ് മിൽക്കിന്റെ കവർ വെച്ചു. അത് ഡോക്ടർ റീ ആയിരുന്നു. ഹാനെ കണ്ട ഡോക്ടർ റീ സന്തോഷത്തോടെ അവനെ ചേർത്തു പിടിച്ചു. വീണ്ടും ഇരുവരും കണ്ടുമുട്ടുകയായിരുന്നു. അവരിരുവരും ഒന്നിച്ച് ഒരു പ്രോബ്ലത്തിൽ വർക്ക് ചെയ്യുന്ന ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.